ഹായ് എവ്രി വൺ, വെൽക്കം ടു SN കുക്ക് ബുക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് ബിരിയാണിയാണ്. അതിനായി 1/2 കിലോ കൊഞ്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലോണം യോജിപ്പിച്ച ശേഷം 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു പാനിൽ എണ്ണ ഒഴിച്ച ശേഷം അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വച്ചിരിക്കുന്ന കൊഞ്ച് ചേർത്ത് പൊരിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 3 പച്ചമുളകും ചേർത്ത് ചതച്ചെടുക്കുക. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് 2 സവാള നീളത്തിലരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റുക. അതിലേക്ക് ചതച്ച് വച്ചിരിക്കുന്നത് ചേർക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി യോജിപ്പിക്കുക. അതിലേക്ക് 2 ടൊമാറ്റോ അരച്ചതും ചേർത്ത് വീണ്ടും യോജിപ്പിക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ യോഗട്ടോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് മിക്സ് ചെയ്യുക. അതിലേക്ക് വറുത്ത് മാറ്റി വച്ചിരിക്കുന്ന കൊഞ്ച് കൂടെ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. അതിലേക്ക് 1/2 കപ്പ് മല്ലിയില കൂടെ ചേർക്കുക. ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ചേർക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് മാറ്റിവെക്കുക. എന്നിട്ട് 2 കപ്പ് ബസ്മതി റൈസ് കഴുകിയ ശേഷം 10 മിനിറ്റ് വെള്ളമൊഴിച്ച് കുതിരാൻ വെക്കണം. അടുപ്പിൽ വെള്ളം വെച്ച് തിളയ്ക്കുമ്പോൾ അരി അതിലേക്കിട്ട് 3/4 വേഗമാകുമ്പോൾ വരെ വേവിക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ ഷാജീരകം ചേർത്ത് ചോറ് അരിച്ച് ചൂടോടെ തന്നെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മസാലയിലേക്ക് ചേർക്കുക. ഒരു പാനിൽ നെയ്യ് ചൂടാക്കി അതിലേക്ക് നട്ട്സും ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്ത് ചോറിലേക്ക് ചേർക്കുക. മല്ലിയില കൂടെ വിതറാം. പതിനഞ്ച് മിനിറ്റ് മൂടി വെച്ച് ചെറുതീയിൽ വേവിക്കുക. അപ്പോൾ നമ്മുടെ കൊഞ്ച് ബിരിയാണി തയ്യാറായിട്ടുണ്ട്. നിങ്ങളിതുണ്ടാക്കി നോക്കി കമൻ്റ് ഇടാൻ മറക്കരുതേ.